കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. മരിച്ച ആറളം സ്വദേശി വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കും. ആറളം ഫാമിൽ പകൽ സമയത്ത് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് കൊല്ലപ്പെട്ട വെള്ളി ലീല ദമ്പതികളുടെ മകൻ. സുരക്ഷിതമായി ജീവിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും മകൻ ശ്രീധരൻ ആവശ്യപ്പെട്ടു. നമുക്കിരുന്ന് പണിക്ക് പോകാനൊന്നും പറ്റൂല. ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. ഇന്നിപ്പോൾ അച്ഛൻ പോയി, നാളെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലോ നമ്മളെ പിള്ളേർ നോക്കണ്ടേ. ഇത് പകലും രാത്രിക്കും എല്ലാം ആന ഇറങ്ങുന്നുണ്ട്. ആനനെ ഇരുന്ന് ഓട്ടിക്കാനുള്ള സംവിധാനം ആക്കണം. ജനങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാത്തിനും കൊല്ലും. ഇതൊന്നും രണ്ടൊന്നും അല്ലല്ലോ, കുഞ്ഞുങ്ങളായിട്ട് തന്നെ കുറേ ഉണ്ട്. അല്ല, ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആടുന്നൊരു പടക്കം പൊട്ടിക്കും. ആന ഓട്ടക്കത്തം കയറിപ്പോവും. കയറിപ്പോയാൽ അവർ പിന്നെ ആന പോയി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ രാത്രിക്ക് അവർ പോയി കഴിയുമ്പോൾ പിന്നെ ആന. ദൗർഭാഗ്യകരമായ സംഭവമെന്നാണ് വനമന്ത്രി കെ ശശീന്ദ്രന്റെ പ്രതികരണം. അസാധാരണമായ സംഭവമാണല്ലോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും അസാധാരണമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതികരണങ്ങളെ സ്വാഭാവിക പ്രതികരണങ്ങളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കളക്ടറുടെ നടപടികൾക്ക് വിധേയമായി അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആറളം പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സജോ ദേവസ്യയുണ്ട് ഇപ്പോൾ ആറളം ഫാമിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, സർവകക്ഷി യോഗമടക്കം നടക്കാനിരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സജോ? ഉന്മേഷ്, 11 മണിയോടുകൂടിയാണ് ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നടക്കുക. അതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് ആറളം ഫാമിലേക്ക് എത്തിക്കും. ഇവിടെയാണ് സംസ്കാരം ഉൾപ്പെടെ നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആറളം ഫാമിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട കർമ്മപദ്ധതികൾ, പ്രത്യേകിച്ച് ആനമതിൽ, അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കാര്യങ്ങളൊപ്പം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന 50-ലധികം വരുന്ന 60ഓളം എന്ന് നാട്ടുകാർ പറയുന്നു ആനകളെ വനത്തിലേക്ക് തുരത്തുക, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചെയ്യേണ്ടതുണ്ട്. ഈ മകൻ തന്നെ, അവരുടെ ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകനും മകളുമൊക്കെ നമ്മളോട് സംസാരിച്ച് അവർ പറയുന്നു ഇനിയും എത്ര മനുഷ്യജീവനുകൾ പൊലിയണം ഇവിടെ ഈ പുനരധിവാസ മേഖലയിലെ ആളുകൾക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇന്ന് സർവകക്ഷി യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. പ്രധാനമായും അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം അടിയന്തര ധനസഹായം എന്ന നിലയ്ക്ക് നേരത്തെ 20 ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം വീതം, അങ്ങനെ 10 ലക്ഷം കുടുംബത്തിന് കൈമാറും ഇന്ന് തന്നെ എന്ന നിലയ്ക്കുള്ള വാഗ്ദാനമാണ് ഉള്ളത്. ഒപ്പം വളരെ വേഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതടക്കം പറയും എന്ന കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകണം. അതാണ് പട്ടികവർഗ വകുപ്പ് പ്രതിനിധികൾ, വനം വകുപ്പ് പ്രതിനിധികൾ, ഒപ്പം റവന്യൂ വകുപ്പ്, ജില്ലാ ഭരണകൂടം, പിന്നെ വനം വകുപ്പിന്റെ പ്രതിനിധികളും ഒപ്പം നാട്ടുകാരുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർവകക്ഷി യോഗം എന്ന നിലയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് ആളുകൾ പറയുന്നുണ്ട്. അവർ ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ്. നമുക്ക് ഈ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങി. വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ 11 മണിക്കാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുക. ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗവും ചേരുന്നുണ്ട് ആറളത്ത്. അവിടെ UDF BJP ഹർത്താൽ പുരോഗമിക്കുകയാണ്.